സുകുമാരിയെ, ഓ ഇവളെ അങ്ങോട്ട് ഒരു സ്ഥലത്ത് പോകാൻ നോക്കിയാൽ നടക്കൂല. നീ എന്നാ അവിടെ സൗന്ദര്യ മത്സരത്തിൽ പോകാൻ വേണ്ടി ഒരു 10 കൊല്ലമായി കാണും. 10 കൊല്ലമായി. നിങ്ങൾ ഈ 10 കൊല്ലമായിട്ട് എനിക്ക് ഒരു സാരി പോയിട്ട് ഒരു കർച്ചീഫ് കഷ്ണമെങ്കിലും മേടിച്ചു തന്നിട്ടുള്ളൂ. നിങ്ങൾ മിനിഞ്ഞാന്ന് ആ തങ്കമണിക്ക് സാരി മേടിച്ചു കൊടുത്തല്ലേ? എടി നിനക്ക് സാരി മേടിച്ചു തരാൻ നിന്റെ അച്ഛനും ആങ്ങളമാരും ഞാനൊക്കെ ഉണ്ട്. ആ പാവം തങ്കമണിയുടെ കെട്ടിയോ കാലോടിഞ്ഞ് വീട്ടിൽ കിടക്കുക. നമുക്ക് സാരി മേടിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? സാരിയുടെ കാര്യം പോട്ടെ, നിങ്ങൾ മിനിഞ്ഞാന്ന് സുലോചനയായിട്ട് സിനിമയ്ക്ക് പോയില്ലേ? നിങ്ങൾ ഇന്നേ വരെ എന്നെ കൊണ്ട് ഒരു സർക്കസിനെങ്കിലും പോയിട്ടുണ്ടോ? എടി നീ ആ സുലോചന്റെ കാര്യം ഒന്ന് ആലോചിച്ച്. എടി അവക്കടെ കെട്ടിയോ വഴക്കിട്ട് പോയിട്ട് 5-6 കൊല്ലായില്ലേ? അവളൊരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ, അവക്കൊരു ചായ മേടിച്ചു കൊടുക്കാൻ വേറെ ആരടി ഉള്ളത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ തങ്കമണിയുടെ വീട്ടിൽ പോയല്ലേ? തങ്കമണി ഇവിടെ വന്ന് നിങ്ങളെ പറ്റി എന്തൊക്കെ അനാവശ്യം പറഞ്ഞെന്നറിയാവോ? ഇനി അവളുടെ വീട്ടിൽ കയറിട്ടുണ്ട് നിങ്ങളുടെ കണ്ണി മണ്ണ് വാരിയിടുമെന്ന് പറഞ്ഞു. കണ്ണി മണ്ണ് വാരിയിടുന്നല്ലേ പറഞ്ഞോളൂ, അല്ലാണ്ട് നിന്റെ അനിയത്തി പറഞ്ഞ പോലെ കണ്ണിൽ മുളക് വാരിയിടുന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലോ. അയ്യോ എന്റെ മനുഷ്യ, നിങ്ങൾ നടങ്ങി ഒതുങ്ങി ഇരിക്കും മനുഷ്യ. എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് അറിയില്ല, നിന്നെ ഞാൻ ഇന്ന് കെട്ടിയത് കോളാക്കൊടി. എന്റെ ദൈവമേ, എത്ര നേരമായി അവിടെ ആ പെണ്ണുമ്പിള്ള എടുത്തിട്ട് അയാൾ ഇടിക്കുക. ഒന്ന് പോയി തിരക്കാൻ പാടില്ല നിങ്ങൾക്ക്? എന്തി നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ, എന്തിനാ അയൽക്കാരുടെ കാര്യം അന്വേഷിക്കണം? ഇതാ പറയുന്നത്, നമ്മളെ പോലെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം നമ്മളെ സ്നേഹിച്ചത് അയൽക്കാരെ സ്നേഹിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഈ അയലോക്കത്തുണ്ടായിട്ട് വന്നൊന്ന് അന്വേഷിച്ചോന്ന് അവർ ചിന്തിക്കത്തില്ലേ? ഒന്ന് പോയി ചോദിച്ചിട്ട് വാ. എന്ന് ഞാൻ പോയി ചോദിക്കാം. പക്ഷെ ഒരു കാര്യം, അവിടെ പോയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ ഒന്ന് അങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും. ഓക്കെ. നീ ഇത് പറയാലല്ലേ ഈ കിടക്കണ മനുഷ്യന്റെ ഒടുക്കത്തെ സംശയം. നിങ്ങളോട്ട് ചാകുമല്ല, സംശയം ഒട്ട് തീരത്തൂല്ല. എനിക്കറിയാലോ മനുഷ്യ, നിനക്കറിയാൻ മേലെ. ഇത് എന്നാടാ ഈ കിടന്ന് കാണിക്കണേ? എടാ ഗോപി, നീ നിന്റെ കാര്യം നോക്കണം. അയൽക്കാർക്ക് കിടന്നുറങ്ങണ്ടേ അവിടെ? കിടന്നുറങ്ങണം. എടാ ഇത് എന്റെ ഭാര്യയാണ്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന എന്തെങ്കിലും കാര്യം തിരക്കി. എടാ ഞാൻ എന്റെ ഭാര്യനെ ചിലപ്പോ ചവിട്ടും തൊഴിക്കും മർദ്ദിക്കും, അവൾ ചിലപ്പോ ഛർദ്ദിക്കും. നീ നിന്റെ ഭാര്യനെ ഛർദ്ദിക്കോ മർദ്ദിക്കോ എന്ത് വേണം ചെയ്തോ, പക്ഷെ ഞങ്ങൾ അയൽക്കാരെ ദേഷ്യം വർദ്ധിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപി, നീ എന്റെ കാര്യത്തിൽ തലയിടും. നീ പോടാ വീട്ടി. നിനക്കറിയാൻ പാടില്ലല്ലേ, നിന്നെ ഞാനൊന്ന് കെട്ടിയത് കൊള്ളാം. നിങ്ങളോട് ഇവിടുത്തെ വഴക്ക് തീർക്കാൻ വന്നപ്പോ നിങ്ങൾ ഇത് കണ്ട് രസിക്കുവാണോ മനുഷ്യ? നീ കാണ്ടി അടിപൊളി ലോകത്ത് കാണാൻ പറ്റും. തങ്കപ്പൻ ചേട്ടാ, തങ്കപ്പൻ ചേട്ടാ, തങ്കപ്പൻ ചേട്ടോ. തങ്കപ്പൻ ചേട്ടാ, ഞാൻ സുകുമാരിയാന്നേ. സുകുമാരിയെ, ഞാൻ തങ്കപ്പനാന്നേ. തങ്കപ്പൻ ചേട്ടാ, എന്താ ശരിക്കും ഇവിടെ ഉണ്ടായ പ്രശ്നം? എന്താ കാര്യം എന്ന് പറയാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. പരിഹാരം? എന്റെ പൊന്നു സുകുമാരി, നീ വിചാരിച്ച പരിഹാരം തീരുന്ന പ്രശ്നം അല്ല ഇത്. എന്താ കാര്യം എന്ന് പറ. ഇവളെ ഇന്ന് ഞാൻ ചവിട്ടി കൂട്ടുപടി. തങ്കപ്പൻ ചേട്ടോ, തങ്കപ്പൻ ചേട്ടാ. എന്തോ? സുകുമാരിയാന്നേ. ഞാൻ തങ്കപ്പനാന്നേ. തങ്കപ്പൻ ചേട്ടാ, അതെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കാര്യം എന്താന്ന് പറയാതെ ഇവിടെ കിടന്ന തല്ലു പിടിക്കരുത് കേട്ടോ. എന്റെ പൊന്നു സുകുമാരി, രാവിലെ ഞാൻ പണിക്ക് പോകും. നീ കുളിച്ചോണ്ടിരിക്കുമ്പോ അതിലും വഴിയല്ലേ ഞാൻ വന്നത്. വൈകുന്നേരം ഞാൻ തിരിച്ചു വന്ന് 4 മണിയാകുമ്പോ ഫുട്ബോൾ കളിക്കും. വീട്ടിൽ വന്ന് 6 മണിയാകുമ്പോ കുളിക്കും. പക്ഷെ കുളിക്കാനായിട്ട് ഈ വീട്ടിൽ ആ പടം ഒറ്റ തോർത്തല്ലേ ഉള്ളു. നമ്മളെല്ലാം കൂടി നില മേടിച്ചത്. പക്ഷെ ഇന്ന് തിരിച്ചു വന്നപ്പോ 3 തോർത്ത് കിടക്കണം ഈ വീട്ടിൽ. ഈ കിടക്കണ 3 തോർത്താരെടുത്ത് വെച്ചിട്ട് ഇവള് പറയണില്ല. ഇവളെ ഞാൻ എന്ത് ചെയ്യണം? തങ്കപ്പൻ ചേട്ടോ, തങ്കപ്പൻ ചേട്ടാ, സുകുമാരിയാന്നേ. സുകുമാരിയെ, ഞാൻ തങ്കപ്പനാന്നേ. തങ്കപ്പോ, ഞാൻ സുകുമാരിയുടെ കെട്ടിയവനാണേ. ഗോപിയെ, ഞാൻ ചുമ്മാ പറഞ്ഞാന്നേ. തങ്കപ്പൻ ചേട്ടാ, ശരിക്കും ഇപ്പൊ എന്താ ഇവിടത്തെ പ്രശ്നം? ഈ 3 തോർത്താ പ്രശ്നം. 3 തോർത്താണ് ഇവിടുത്തെ പ്രശ്നം. അതെ. ഈ പഞ്ചായത്തിലെ സകല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരാളാണല്ലോ ഈ സുകുമാരി. അതെ, ആണല്ലോ. അതൊക്കെ എനിക്കറിയാം. ഈ 3 തോർത്തതെ ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാം. പരിഹാരം കാണണം. കാണണം. ധൃതി വെക്കല്ലേ. പരിഹാരം കാണും. ആഹാ, നല്ല കാച്ചിയ എണ്ണയുടെ മണം. ഗോപി ചേട്ടാ, ആരാ നമ്മുടെ പഞ്ചായത്തിൽ കാച്ചിയ എണ്ണ തേക്കുന്നത്? കാച്ചിയ എണ്ണ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പലചരക്ക് കടയിലെ ഗോപി ചേട്ടൻ. പലചരക്കടക്കാരൻ ഗോപിയോട് വന്നാടി. ഗോപി തങ്കപ്പൻ ചേട്ടോ, തങ്കപ്പൻ ചേട്ടാ. എന്തോ? സുകുമാരിയാന്നേ. സുകുമാരിയെ, ഞാൻ തങ്കപ്പനാന്നേ. ഒരു തോർത്തിന്റെ പരിഹാരം ഞാൻ കണ്ടു. ധൃതി വെക്കരുത്. ഇനി 2 തോർത്തൂടെ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരാം.
തന്നെ മണ്ണെണ്ണ തെച്ച ആര് കുളിക്കും? മണ്ണെണ്ണ. ആ, മണ്ണെണ്ണ. ആ നമ്മുടെ മണ്ണെണ്ണ കടയിലെ മറ്റേ ആളുടെ പേരെന്തോ? ഓ, സുകുമാരൻ. സുകുമാരന്റെ തോർത്ത് മണ്ണെണ്ണ കട. അവൻ ഇവിടെ കഴിഞ്ഞ ദിവസം MIT കിടന്ന് കറങ്ങണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവരോട് വന്നതാണ്. പിന്നെ ഇന്ന് കൊല്ലുപിടി. എന്റെ പൊന്നു സുകുമാരൻ, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരും. എന്റെ അകത്ത് 2 പിള്ളേർ കിടന്നുറങ്ങണം. അതിനൊക്കെ മണത്ത് നോക്കി ആരെയാണെന്ന് പറഞ്ഞതാ. ചേന കാര്യം പറഞ്ഞോണ്ട് വരരുത്. 2 തോർത്ത് സോൾവ് ആയേ. അതെ. ലാസ്റ്റ് തോർത്ത് ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ശരിയാക്കി തരാം. വൃത്തികെട്ട മണമുള്ള തോർത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടികളും വന്നാലും ഇവിടെ. പക്ഷേ ഈ മണം നല്ല പരിചയമുണ്ടല്ലോ.